ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണോ? ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ മതപരിവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് ക്രൈസ്തവരാണ്. മറ്റാരും ഇതൊന്നും ചെയ്യുന്നില്ലേ? ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വടയാർ സുനിലിന്റെ ചാനലിൽ VHPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാള് വന്നിരുന്ന് പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. ഇവർ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: മനപരിവർത്തനം മാത്രമല്ല, മതപരിവർത്തനം. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു, മനപരിവർത്തനത്തിലൂടെ ക്രിസ്തു വിശ്വാസിയാക്കി മാറ്റുന്നു. അങ്ങനെ 7% ഹൈന്ദവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കേരളത്തില് മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട്. മതപരിവർത്തനവും മനപരിവർത്തനവും ഉണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജോഷ പ്രോജക്ട് കത്തോലിക്ക സഭയുടെ ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു സംവിധാനമാണ് ജോഷ പ്രോജക്ട് എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെ പറ്റിയും ശാസ്ത്രീയമായും കൃത്യമായും പഠനം നടത്തി തങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ വിഭാഗങ്ങളിൽ കടന്ന് കയറി മതപരിവർത്തനവും മനപരിവർത്തനവും നടത്താൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് താങ്കൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. വളരെ വലിയൊരു സംവിധാനമാണ് ഇത്. കേരളത്തിലെ ഓരോ ജാതികൾ എത്രയാണ് താങ്കൾക്കറിയാവോ? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് എത്ര ജാതിയുണ്ട്? എനിക്കറിയില്ല. 421 ജാതികളെ അവർ തിരിച്ചിട്ടുണ്ട്. 421 ജാതികൾ. അതിനകത്ത് നായർ സമുദായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 23 ജാതികൾ ഉണ്ട് എന്നാണ്. നായന്മാർ 23 എന്ന് വെച്ചാൽ മാരാർ, ചക്കാര നായർ, വെളുത്തേടത്ത് നായർ എന്നൊക്കെ പറഞ്ഞ് 23 വിഭാഗങ്ങൾ നായന്മാരുണ്ട്. അത് മാത്രം പോരാ, ആ 23 വിഭാഗത്തിലും എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളതുമാണ് ഡേറ്റ ഉണ്ട് അവരുടെ. നിസ്സാരമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസസ് നടത്തുന്ന വകുപ്പിന്റെ കയ്യിൽ ഇല്ലാത്തതിനേക്കാൾ ശാസ്ത്രീയമായ ഡേറ്റ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ പണിയെടുത്തിട്ടുണ്ട്. നല്ല പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഹിന്ദു ഭാഗത്തിലെ പ്രബലരായിട്ടുള്ള ഒരു 3 വിഭാഗങ്ങളെ നമ്മൾ നോക്കൂ: നായർ, ഈഴവ, പുലയ വിഭാഗം. ബാക്കിയൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ 421 ഈ 3 നമ്മൾ എടുത്തു നോക്കൂ. ഇവരുടെ കണക്കനുസരിച്ചുകൊണ്ട് കേരളത്തിലെ നായർ, ഈഴവ വിഭാഗങ്ങളിലെ 2% ആൾക്കാർ മതം മാറിയെന്നും 5% ആൾക്കാർ മനം മാറി എന്നുമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു വിശ്വാസിയാകുക എന്ന് പറയുന്നതും ക്രിസ്ത്യാനിയായി മാറുക എന്ന് പറയുന്നത് രണ്ടാണ്. ക്രിസ്ത്യാനിയായി മാറുന്നതിനെയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്വാസിയായി മാറുക എന്നുള്ളത് പറയുന്നതാണ് ഈ മനപരിവർത്തനം. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ VHPക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. ഇവിടെ ക്രൈസ്തവര് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ മതം മാറ്റുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മനപരിവർത്തനത്തിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ശ്രീ രവിശങ്കറിനെ പോലുള്ള ആളുകൾ, മാതാ അമൃതാനന്ദമയെ പോലുള്ള ആളുകൾ മതം മാറ്റുന്നില്ലേ? ഇവരുടെ ആശ്രമങ്ങളിൽ നമ്മൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണുന്ന കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിനേഴ്സ് വന്നിരുന്ന് അവരുടെ ഭജന പാടുന്നു, ഇവരുടേതായ കാര്യങ്ങൾ, അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവർ പരിവർത്തനം ചെയ്യാതെ എങ്ങനെ ഈ ആശ്രമത്തിൽ എത്തിപ്പെടും എന്ന് മാത്രമല്ല, ഇത്തരം ഓർഗനൈസേഷനിൽപ്പെട്ട ഹരേ കൃഷ്ണ മൂവ്മെന്റിനെ പോലുള്ള, ഇസ്കോണെ പോലുള്ള മൂവ്മെന്റ്സ് അമേരിക്കയിലൊക്കെ ഡൊണേഷൻ അവർ പറഞ്ഞ് സ്വീകരിക്കുന്ന വീഡിയോസ് വളരെ വ്യാപകമായി വൈറലായി പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. എല്ലാവരും അത് കാണുകയും അതിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. പല സ്ഥലങ്ങളിലായിട്ട് അമേരിക്കയിലൊക്കെ നിത്യ സംഭവമാണെന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഫണ്ട് ചോദിക്കുന്നതും അവരുടെ മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചോദിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഹരികൃഷ്ണ മൂവ്മെന്റിന്റെ എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വളരെ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. വൈറലാണ് പല വീഡിയോസും. അപ്പൊ ഇതൊന്നും ഈ VHPക്കാരും വടയാർ സുനിലൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചോദ്യം. ഇനി മനപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. പഴയത് വിട്ടുതിരിഞ്ഞ് പഴയ ധാർമ്മിക മൂല്യച്യുതികളിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ പുതിയ മനുഷ്യനായി തീരുകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ കേവലം ആചാരപരമായ മാറ്റങ്ങളല്ല ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു, അവന്റെ ചിന്തകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു, അവൻ സമൂഹത്തോട് ഇടപെടുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ടോട്ടലി പരിവർത്തനത്തിന് വിധേയമാകുന്നു, മാനസാന്തരത്തിന് വിധേയമാകുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്നു. ഇതാണ് ക്രൈസ്തവ വീക്ഷണം. അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ ആ നിലയിൽ ഒരു സമാധാന അനുഭവത്തിലേക്ക് വന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വീക്ഷണം. അതിപ്പോ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമല്ലേ? ഒരു ക്രൈസ്തവന് ഹൈന്ദവ മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ഒരു ഹൈന്ദവന് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. ഒരു മുസൽമാനില്ലേ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങൾ സ്വീകരിക്കാനും തിരിച്ചുമില്ലേ? ഉണ്ട്. അത്തരം ആ മത സ്വാതന്ത്ര്യങ്ങൾ, മതം മാറാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ എല്ലാവരും അനുവദിച്ചു കൊടുത്തേ മതിയാകും. അതിന്റെ സഹിഷ്ണുതയോടെ കണ്ടേ മതിയാകും. ഈ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ഈ ഫണ്ടിങ് നടത്തുന്ന കാര്യമാണ് പറയുന്നത്. വളരെ ധാരാളമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫണ്ട് കിട്ടുന്നു. VHPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് വടയാർ സുനിലിനോട് പറയുന്ന ഒരു കാര്യമാണിത്. ക്രിസ്ത്യൻസ് ഉണ്ടാവില്ല, മുസ്ലിംസ് ഉണ്ടാവത്തില്ല, ഹിന്ദുക്കൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഹിന്ദുക്കൾ. അത് മാറ്റാൻ വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ NSSO SNDP എന്ത് ചെയ്യുന്നു? ഹിന്ദു സമൂഹത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ ഒന്നും ചെയ്യാൻ നമ്മുടെ സമാജത്തിലെ
ഇടപെടൽ ഉണ്ടാവാത്തത് കൊണ്ടുകൂടിയല്ലേ ഈ മതം മാറ്റം നടക്കുന്നത്? സാമ്പത്തികമാണ് ഇതിന്റെ ഒരു പ്രശ്നമെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾ മതം മാറുന്നത് സാമ്പത്തിക പ്രശ്നത്താലാണ്, പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അതാണോ സത്യത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം? സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണോ? മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ഇവരിങ്ങനെ കുറച്ച് കാണുന്നത് എന്തുകൊണ്ടാണ്? പൈസയ്ക്ക് വേണ്ടിയാണോ മനുഷ്യൻ ജീവിക്കുന്നത്? ജീവിക്കാൻ പൈസ വേണം എന്നതിനപ്പുറത്തേക്ക് പൈസയ്ക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? സാമ്പത്തികത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? അങ്ങനെ മനുഷ്യന്റെ അന്തസ്സിനെ കുറച്ച് കാണിക്കാമോ? ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാമ്പത്തികത്തിന് വേണ്ടിയല്ല സുഹൃത്തെ ആളുകൾ ക്രൈസ്തവരെ സ്വീകരിക്കുന്നത്. അതെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും. അങ്ങനെ ആരെങ്കിലും പൈസ കൊടുത്ത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ബൈബിൾ പറയുന്ന യേശുക്രിസ്തു പഠിപ്പിക്കുന്ന വഴിയല്ല. മറിച്ച് ഒരാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവനല്ലെങ്കിൽ അവൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. തങ്ങൾ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ മനപരിവർത്തനം ആണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ സാമ്പത്തികത്തിന് വേണ്ടിയല്ല. പൈസ ഇല്ലാത്തവര്, നിങ്ങൾ ആളുകളോട് അന്വേഷിച്ച് നോക്കുക. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ആ നിലയിൽ സമ്പന്നന്മാരായിട്ടുള്ളവർ എത്ര പേരാണെന്ന് നിങ്ങൾ ചോദിക്കുക. എത്ര പേര് ആ നിലയിൽ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളത് ചോദിക്കുക. അതിനൊക്കെ പരിധിയുണ്ട് സുഹൃത്തെ. അങ്ങനെയൊന്നും പൈസ കൊടുത്തൊന്നും ആരെയും മതം മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ബാലിശമായ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പഴകിയ ആരോപണങ്ങളാണ്. ഒരു വരുമാനവും ഇല്ലാത്ത 5 ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ടുകൾ ഈ ജോഷ മിഷന്റെയും ഒക്കെ, ആമസോൺ, ഏറ്റവും വലിയ ഇ കൊമേഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആമസോൺ പോലും ഈ ഭാരതത്തിലെ മതപരിവർത്തനത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നുണ്ട് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്രമാത്രം പൈസ കിട്ടുമ്പോൾ ഇത് പാവങ്ങൾക്ക് ഇവർ കൊടുക്കും. പക്ഷെ ഹൈന്ദവ സംഘടനകൾക്ക് എവിടുന്ന് പൈസ കിട്ടാനാണ്? സഹായിക്കാവുന്നത് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുമാനമില്ല. കത്തോലിക്കരുടെ ജോഷോ മിഷനൊക്കെ കോടിക്കണക്കിന് വിദേശ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അനിൽ പറയുന്നത്, പടയാർ സുനിലിനോട് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്ന ഈ സംഭവം ഇത് കത്തോലിക്കർക്കോ പെന്തക്കോസ്തുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങൾക്കോ മാത്രം വരുന്നതാണോ? മാതാ അമൃതാനന്ദമയിക്ക് ഫണ്ട് വരുന്നില്ലേ? ശ്രീ രവിശങ്കറിന് ഫണ്ട് വരുന്നില്ലേ? വിദേശ ഫണ്ട് വരുന്നില്ലേ? UK നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നൊക്കെയാണ് അവരുടെ വലിയൊരു ഫണ്ട് വരുന്നത്. അപ്പോൾ ഫണ്ടിങ് അവർക്ക് നടക്കുന്നുണ്ടല്ലോ. മറ്റ് ഹൈന്ദവ സംഘടനകളുണ്ട്, വേറെ ഹൈന്ദവ സംഘടനകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഹരേകൃഷ്ണ മൂവ്മെന്റ് ഒക്കെ ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർ ഈ നിലയിൽ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫണ്ട് വരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അമൃതാനന്ദമയിക്ക് ഫണ്ടില്ലെന്ന് ആരെങ്കിലും പറയൂ? രവിശങ്കറിന് ഫണ്ടില്ലെന്ന് ആരെങ്കിലും പറയൂ? തീർച്ചയായും ക്രൈസ്തവർക്കും ഫണ്ട് വരുന്നുണ്ട്. ഇപ്പൊ FCRA ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവരെയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അമൃതാനന്ദമയുടെ ആശ്രമം ആരെങ്കിലും റെയ്ഡ് ചെയ്യുമോ? BJP ഭരിക്കുമ്പോൾ റെയ്ഡ് ചെയ്യോ? ഇല്ല. ശ്രീ രവിശങ്കറിന്റെ ആശ്രമം റെയ്ഡ് ചെയ്യോ? ഇല്ല, നടക്കത്തില്ല. അത് ചെയ്യത്തില്ലെന്ന് അവർക്ക് ഉറപ്പല്ലേ? പിന്നെ FCRAയുടെ വിഷയത്തിൽ അവരെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞല്ലോ, ക്രൈസ്തവ സംഘടനകളല്ല ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങുന്നത്, അത് ഹൈന്ദവ സംഘടനകളാണെന്നുള്ളത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൽ തർക്കമില്ല. പക്ഷെ ഇതിൽ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ക്രൈസ്തവരെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഫണ്ടിങ് നടക്കുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മതസംഘടനകൾക്കും ഫണ്ടിങ് ഉണ്ട്. ഫണ്ട് വേണമല്ലോ കാര്യങ്ങൾ നടക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഫണ്ട് വേണം. ഞങ്ങൾക്കാണ് ക്രൈസ്തവർക്ക് സുവിശേഷ പ്രചരണങ്ങൾ നടത്താൻ ഫണ്ട് വേണ്ടേ? അത് ഇവിടെയുള്ള ആളുകളുടെ അധ്വാന ഫലമായിട്ടും പുറത്ത് നിന്ന് ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടൊക്കെയാണ് ഇവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇനി അതുപോലെ തന്നെയല്ലേ ഈ ഹൈന്ദവ സംഘടനകളും ഇസ്ലാമിക സംഘടനകളും? വിദേശത്ത് നിന്ന് പണം വരുന്നില്ലേ? വിദേശത്തുള്ള ആളുകൾ പൈസ അയച്ചു കൊടുക്കുന്നില്ലേ? ആ നിലയിൽ ഡൊണേഷൻ കൊടുക്കുന്നില്ലേ? എല്ലാവർക്കും ഉണ്ട് ഇത്തരം സംവിധാനങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവരെ മാത്രം ആ നിലയിൽ ലക്ഷ്യം വെക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. മനപരിവർത്തനം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മൂലം ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരം. ഒന്നുകൂടി പറഞ്ഞാൽ ധാർമ്മിക അപജയത്തിൽ നിന്ന്, മൂല്യച്യുതികളിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, മാറ്റത്തിലേക്ക്, പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. മന്ത്രി ഗണേശനല്ല മറ്റാരെങ്കിലും ഒക്കെ മതം മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ മതം മാറിയിട്ടുണ്ടെങ്കിൽ അതവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മതപ്രചരണം ശക്തമാക്കുക എന്ന് പറഞ്ഞാൽ ആശയപരമായി ശക്തമാക്കുക, ആശയപ്രചരണം ശക്തമാക്കുക. നമ്മുടെ മതത്തിന്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് അതിന് ഉറപ്പുണ്ടെങ്കിൽ, അത് പെട്ടെന്ന് അങ്ങനെ തകർന്നു പോകുന്ന ഒന്നല്ലെങ്കിൽ, ദുർബലമല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ സത്യങ്ങൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇഷ്ടമുള്ളവർ മാറട്ടെ, ഇഷ്ടമില്ലാത്തവർ മാറണ്ട. മാറുന്നു കുറച്ച് ആളുകൾ മതം മാറുന്നു എന്ന് പറഞ്ഞ് അവരെ തല്ലിച്ചതയ്ക്കാനും അവരെ അടിച്ചോടിക്കാനും. നോർത്ത് ഇന്ത്യയിലൊക്കെ ചർച്ചുകളിലേക്ക് സംഘപരിവാറിന്റെ ആളുകൾ കടന്നു കയറി അടിച്ചോടിക്കുന്നത് നിത്യ കാഴ്ചയായിട്ട് മാറുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പാസ്റ്റർമാരെ തല്ലുന്നു, വിശ്വാസികളെ തല്ലുന്നു, അടിച്ചോടിക്കുന്നു. എന്നിട്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നു ഞങ്ങളല്ല, അവിടെയുള്ള ഏതോ കുറച്ച് സംഘടനകൾ ചെയ്യുന്നതാണ്. അവിടെയുള്ള ഏതോ കുറച്ച് സംഘടനകൾ ചെയ്യുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? അവരും ഈ സംഘത്തിൽപ്പെട്ട ആളുകളാണെന്നുള്ളതിന് തർക്കമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസം തളരുകയല്ല,
ശക്തിപ്പെടുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ തല്ലുന്നത് മൂലം, നിങ്ങൾ ഈ അടിച്ച് തല്ലിച്ചതച്ച് അങ്ങനെ വിശ്വാസത്തെ നിങ്ങൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂലം ആളുകൾ ക്രിസ്തീയ വിശ്വാസം കൂട്ടത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. പേടിയില്ലാതെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഫണ്ടിങ് കൊണ്ടൊന്നും ഒരു പ്രസ്ഥാനത്തിനും ഒരു മതത്തിനും നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് മൂല്യം വേണം, അതിന് ആശയം വേണം, അതിന് ധാർമ്മികത വേണം. ക്രൈസ്തവതയ്ക്ക് അതുണ്ട്. അതുകൊണ്ടാണ് ഈ 2000-ൽ പല വർഷങ്ങളായിട്ട് ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്.